வெல்கம் டு பொலி ஃபேமிலி சேனல் vlog. எப்படி எங்க கோஸ்டியூம் எப்படி இருக்கு சொந்தங்களே? அப்பா എനിക്ക് മാത്രമല്ലേ ഇതാ അവൾ ഡിസൈൻ ചെയ്തത് അതേ മാച്ച് ആയിട്ട് ഒരു ഷർട്ട് ഒരു മുണ്ട് ക്ലാസിക് ട്രഡീഷണൽ ലുക്ക് ഞാനാണ്. അതെ യു ആൾസോ നീയും ട്രഡീഷണൽ ലുക്ക് തന്നെയാണ്. അപ്പൊ ഞങ്ങളുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് കുറച്ച് റെസ്റ്റ് കിട്ടിയത്, കുറച്ച് ശ്വാസം വിടാൻ അല്ലേ. അതിന് ശേഷമാണ് ഇൻട്രൊഡക്ഷൻ എടുക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നത്. അപ്പോൾ നീங்க നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഒരുക്കുക. അടുത്ത ചടങ്ങിലായിട്ട് പോവാണ്. ഒരിക്കലായി തോന്നുന്നു നമുക്ക് ഈ ചടങ്ങിനോട് കിടക്കാം. മാലതി 3 പ്രാവശ്യം പറയല്ലേ? ഇമയ ഇമയ ഇമയ. നല്ല ഉറക്കത്തിലാണ്. അവളെ എടുത്ത് ഇങ്ങനെ ആ ഒരു ആയ ഉണ്ടല്ലോ ഇങ്ങനെ താരാട്ട് പോലെ അതിന്റെ ഒരു ഇതിൽ അങ്ങനെ കിടക്കും. കുഞ്ഞിപ്പെണ്ണെ കണ്ടിട്ടും മതിയാവുന്നില്ല. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാനേ മതിയാവുന്നില്ല. എന്താ ചെയ്യാ, അവള് ലോങ് പോവാണ്ടാവില്ല. പിന്നെ എല്ലാവരും ഉണ്ട്. ഫംഗ്ഷൻ ആണ് പറഞ്ഞ അങ്ങനെയല്ല, അന്ന് പോയേ തീരൂ. എനിവേ നമ്മുടെ കുട്ടിക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഗോൾഡൊക്കെ ഇട്ട് കൊടുത്ത് ചന്തക്കാരി ആയിക്കണം. പക്ഷെ കണ്ണെടുക്കാനേ തോന്നുന്നില്ല എനിക്ക്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാൻ വരും. എന്റെ കുട്ടിനെ കാണാണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റില്ല ഗൈസ്. ഇവിടെ കാണാണ്ടിരിക്കും, എന്റെ കുട്ടിനെ കാണാണ്ട് നോ നോ. അടുത്ത മാസം അങ്ങോട്ട് വരികയാണല്ലോ. അടുത്ത മാസം അങ്ങോട്ട് വന്നു കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് ഇനി വ്ളോഗുകൾ, ഞങ്ങളുടെ വിശേഷങ്ങൾ, ഞങ്ങളുടെ റീൽസ് എല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ടേ പറ്റുള്ളൂ. കാരണം ഞങ്ങൾ ഭയങ്കര ദൂരത്തിലാണ്, ഭയങ്കര ലോങ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി ഷൂട്ട് ചെയ്യാനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഗൈസ് ഞങ്ങളുടെ പരിപാടി എന്തായാലും ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ടയേർഡായി. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കൂളാണ്. അതിപ്പോ കല്യാണം ആയാലും ശരി, അല്ല കല്യാണത്തിനൊക്കെ എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കൂളായി കഴിഞ്ഞിട്ടാണ് ഒരു ഇത്തിരി ആശ്വാസമായത്. കേരള ഫംഗ്ഷന്റെ കേരള രീതി, ഞങ്ങളുടെ ട്രഡീഷണൽ രീതിയിലുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. നാട്ടിലെ ചടങ്ങ് ഇങ്ങനെയാണോന്ന് കമന്റ് ചെയ്യണം ഗൈസ്. നമ്മുടെ കേരളത്തിൽ പൊതുവെ എല്ലാവരും ചടങ്ങിന് വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇവിടെ തേനും വയമ്പും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് എന്താണെന്നുള്ള കമന്റ് ചെയ്യും ഗൈസ്. ഞങ്ങൾ തമ്മിൽ പിരിയാൻ പോവാണ് ഗൈസ്. എനിക്ക് വലിയ സങ്കടമൊന്നും ഇല്ല. എന്താ ഫാമിലിയിൽ ഒരു പുതിയൊരു അംഗം വരികയാണ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറും പറയുന്നത് ശരി തന്നെ അല്ലേ? അതെ, മാറും, ഓട്ടോമാറ്റിക്കലി മാറും. ശരിക്കും ഒരു അമ്മയായി ഗൈസ്. ഇപ്പൊ ഭർത്താവിനൊന്നും വേണ്ട. അത് വേണമെന്നില്ല അങ്ങനെയല്ല. എനിക്ക് മഞ്ചം കഴിഞ്ഞിട്ടേ ഉള്ളൂ. മഞ്ചന് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ ഹാപ്പി മൊമെന്റ്സ് ഞങ്ങൾ ഫുള്ള് തിരക്കായിരുന്നു. അപ്പൊ കുറച്ച് ഒഴിഞ്ഞു വന്നതാണ്. വീഡിയോ ക്ലിപ്സ് ഒക്കെ കുറച്ചായിട്ട് കിട്ടിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ട്. അപ്പോൾ എനിവേ ഈ വീഡിയോ കണ്ടതിലും ഇഷ്ടമായതിലും
വളരെ സന്തോഷം. സന്തോഷം. ഞങ്ങളിപ്പോൾ നെക്സ്റ്റ് മന്ത് കുട്ടി വീട്ടിലേക്ക് വന്നതിന് ശേഷം ഞങ്ങൾ ഇടയ്ക്ക് നല്ല നല്ല മൊമെന്റ്സ് ഞങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി വിടുക. അപ്പോൾ ഇനിമേ നല്ല നല്ല വീഡിയോസും വിശേഷങ്ങളായിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോസ് ഒരു മാസം കഴിഞ്ഞിട്ട്, കാരണം ഇവളൊന്ന് വരട്ടെ ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ പാലക്കാടിലോട്ട് വന്നതിന് ശേഷം ഞങ്ങൾ വിചിത്രമായിട്ടുള്ള വ്ളോഗുകളൊക്കെ എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ ഗൈസ്, ലവ് യു ഓൾ.